ഗുരു ആരിഫ് ഹുസൈൻ അതുപോലെ ജാമിദ ടീച്ചർ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവവിരുദ്ധമായിട്ടുള്ളതുണ്ടെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല. ശ്രീ ജലീൽ പുനലൂർ 2047 ലക്ഷ്യമാക്കി കുതിക്കുകയാണല്ലോ. ഇസ്ലാമിക രാജ്യമാക്കുമെന്ന ഒരു അജണ്ട മുൻനിർത്തിയുള്ള ആ പ്രയാണത്തിൽ ഇതിനെയെല്ലാം ഗൗരവത്തോടെ മാത്രമേ കാണാനാവൂ. ശ്രീ ജലീൽ പുനലൂർ ആ പറഞ്ഞത് വാസ്തവ വിരുദ്ധമല്ലെന്ന് മാത്രമല്ല, കൃത്യമായ ആസൂത്രിതമായ അജണ്ടയാൽ നിർമ്മിതമായ ചില വാഗ്ധോരണികൾ മാത്രമാണ്. അതിൽ സ്വാമിജി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. പക്ഷെ അദ്ദേഹം ഏതർത്ഥത്തിലാണ് ഇത്ര വലിയ അന്യമത വിദ്വേഷിയാകുന്നത് എന്ന് എനിക്ക് ബോധ്യമാകുന്നില്ല. അദ്ദേഹം പറയുന്നു, ഖുർആനിൽ പറയുന്നു, അന്യൻ്റെ സ്വത്ത് നിങ്ങൾ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കണമെന്ന്. ഞാൻ ആശിച്ചു പോവുക, ഖുർആനിൽ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോയനേന്ന്. ഗൾഫ് രാജ്യത്ത് ഏതോ കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ ആരുടെയോ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പോയ 50 or 100 ദർഹം പോലും മടക്കി കൊടുക്കാൻ സാധിക്കാതെ വന്നതിൻ്റെ കുറ്റബോധം ഇന്ന് ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ച് മയ്യം മറമാടാൻ പോകുന്ന സമയത്ത് ഒരു നിസ്കാരമുണ്ട്, മയ്യത്ത് നിസ്കാരം. ഞങ്ങളോട് ആ ഇമാമ് ചോദിക്കും, ഈ മരിച്ചു കിടക്കുന്ന ആളിന് കടമുണ്ടോയെന്ന്. ഞാൻ അനിൽ നമ്പ്യാർജിക്ക് 100 രൂപ കടം തരാനുണ്ടെങ്കിൽ ഒന്നുകിൽ താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ മക്കൾ പൊരുത്തപ്പെട്ടല്ലാതെ എൻ്റെ മയ്യത്ത് ഇമാമ് നിസ്കരിക്കില്ല. സാമ്പത്തിക വിഷയങ്ങളിൽ ഇത്രത്തോളം കൃത്യത പുലർത്തിയ ഖുർആൻ, അന്യന്റെ ഹക്ക് തിന്നാൽ നാളെ ദൈവത്തിന്റെ മുമ്പിൽ നീ നികൃഷ്ടനായി ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്ന് വിശാലാർത്ഥത്തിൽ പഠിപ്പിച്ച ഒരു ഗ്രന്ഥത്തെയും ഒരു പ്രവാചകനെയും സംബന്ധിച്ച് ഒരു ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നല്ലോ. നിങ്ങൾ കണ്ടു കാണും. എനിക്ക് പരിചിതയായ ഒരു പെൺകുട്ടിയുണ്ട് തിരുവനന്തപുരത്ത്. നാട്ടുകാരെ മുഴുവൻ ട്രസ്റ്റിന്റെ പേരിൽ തട്ടിപ്പ് നടത്തി പണവും സമാഹരിച്ചിട്ട് മതം വിട്ടിട്ട് ഇപ്പൊ കേരളത്തിന്റെ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. അങ്ങനെ കുറെ തട്ടിപ്പുകാർ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുണ്ട്. അവർ ചെയ്യുന്ന പാപത്തിന്റെ ഭാരമൊന്നും ഏറ്റെടുക്കാൻ ഈ സമുദായത്തിന് ബാധ്യതയില്ല എന്ന് വിചാരിച്ച് ഞാൻ ആ സമുദായത്തിന്റെ വക്താവൊന്നുമല്ല. ആ സമുദായത്തിൽ ആവശ്യത്തിലധികം കള്ളന്മാരും ദുഷ്ടന്മാരും എല്ലാ മതത്തിലും ഉള്ളതുപോലെ തോന്നിയാസികളുമുണ്ട്. പാകിസ്ഥാന്റെ ചരിത്രമൊന്നും എന്റെ തലയെ കൊണ്ടുവെക്കണ്ട. പാകിസ്ഥാനികൾ എന്തുണ്ടെന്നൊക്കെ ഞാൻ കണ്ടറിഞ്ഞതാ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് പറഞ്ഞത് ആരെ കുറിച്ചാണെന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കണം. അത് പറയാതെ താങ്കൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ആരാണ് തിരുവനന്തപുരത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ട് മതം വിട്ടിട്ട് പോയത്? ആരാ? താങ്കൾ ഇപ്പൊ ഇത് പറയണമെങ്കിൽ ആരെ ഉദ്ദേശിച്ചാ പറയുന്നത്? ആരെ ഉദ്ദേശിച്ചിട്ടാണ് താങ്കൾ ഈ പറയുന്നത്? എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി ഇപ്പൊ താങ്കൾ അറിയോ? താങ്കൾ എന്തിനാ ചൂടാകുന്നത്? ഞാൻ താങ്കളെ അല്ല ഉദ്ദേശിച്ചേ. താങ്കൾ സാമ്പത്തിക വിഷയത്തിൽ വളരെ സുതാര്യതയും കൃത്യനിഷ്ഠതയും അതാണ്. ഇത് അന്തസ് കേടാ. നിങ്ങൾ 3 പേരാ അപ്പുറത്തിരിക്കുന്നത്. ആങ്കറടക്കം 4 പേരാ. 4 പേരാ. പറയാൻ അനുവദിക്കേണ്ടത് സാമാന്യ മര്യാദയാ. നിങ്ങൾ പറഞ്ഞല്ലോ സുബൈ നിസ്കാരം എത്ര മണിക്കാന്ന് എനിക്ക് അറിഞ്ഞുകൂടെന്ന്. 3:30 മുസ്ലിങ്ങൾക്ക് ഒരു നിസ്കാരമുണ്ട്. മതം വിട്ടുപോയ നിങ്ങൾക്കത് മനസ്സിലാകില്ല. തഹജ്ജുദ് നിസ്കാരം. താങ്കൾ പറഞ്ഞത് പ്രഭാത നമസ്കാരം എന്നാണ്. പ്രഭാത നമസ്കാരം എന്നാണ് പറഞ്ഞത്. പ്രഭാത നമസ്കാരം എന്നാണ് താങ്കൾ പറഞ്ഞത്. ആ പദം തെറ്റാണ്. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ലേ? ആ പദപ്രയോഗം തെറ്റാണ്. ഞാൻ കേട്ടില്ലേ? ഞാൻ ഏതോ ഒരു സ്ത്രീയെ കള്ളിന്ന് വിളിച്ചപ്പം നിങ്ങൾ എന്തിനാ കയറി ചൂടാവുന്നത്? നിങ്ങൾ അവിടെ കൂളായിട്ട് അവിടെ ഇരിക്കൂ. നിങ്ങൾ ആദരവ് അർഹിക്കുന്നവരാ. അതുകൊണ്ട് എന്തെങ്കിലും വന്നിരുന്ന് വങ്കത്തം പറയരുത്. നിങ്ങൾ ഖുർആൻ പഠിച്ചു, നിങ്ങൾ കുറെ ഖുർആൻ ആയത്തുകൾ ഓതി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ചാ പറഞ്ഞേ. അത് ഞാനൊന്ന് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളു. പിന്നെ എന്റെ പൊന്നു ഗുരുസ്വാമി, താങ്കൾ ഹൈന്ദവതയുടെ എല്ലാ മഹനീയതയും ഇവിടെ പറയുന്നത് കേട്ടു. ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടതാ. താങ്കൾ ഈ പറയുന്ന ഹിന്ദുത്വം ഇവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തെ അല്ല ഞാൻ പറയുന്നത്, RSS പറയുന്ന ഹിന്ദുത്വം ഇവിടെ ഉണ്ടായത് എന്നാണെന്ന് എനിക്കറിയാം. എന്റെ കുട്ടിക്കാലത്തുണ്ടല്ലോ ആചാര്യ സമൂഹത്തിൽപ്പെട്ട ഒരുത്തനെ അടിച്ച അടി ഞാൻ കണ്ടതാ. എന്റെ കുട്ടിക്കാലത്ത് അമ്പലത്തിന്റെ മുമ്പിൽ പോകാൻ ഈഴവൻ മുതൽ താഴോട്ട് അനുവാദമില്ലായിരുന്ന ഹിന്ദുക്കളെയാണ് ഞാൻ കണ്ടേ. എന്റെ പിതാവ് മുസ്ലിമായ എന്റെ പിതാവ് 4ാം ക്ലാസ് വിദ്യാഭ്യാസം പോയിട്ടുണ്ട്. ഈഴവൻ പോയിട്ടില്ല, നായർ പോയിട്ടില്ല. വഴിയിൽ നടക്കാൻ നിങ്ങൾ പറയുന്ന ഹിന്ദുത്വം പറയട്ട് സ്വാമി. നിങ്ങൾ അതിഥി ദേവോ ഭവോ. ഞാൻ നിങ്ങളുടെ ഗസ്റ്റാണ്. എന്റെ ഭാഗം കേൾക്കാനുള്ള
വിശാല മനസ്സ് താങ്കൾ കാട്ടൂ. താങ്കൾ ഹൈന്ദവത പഠിക്കൂ. ഈ കാപട്യവും അന്യമത വിദ്വേഷവും കൊണ്ട് നടക്കാതെ യഥാർത്ഥ ഹൈന്ദവ ദർശനത്തിലേക്ക് സ്വാമി കടന്നു വരൂ. വഴിയിൽ നടക്കാൻ ഹിന്ദുവിന് അനുവാദമില്ലായിരുന്നു. പൊതു കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ താങ്കൾ ഈ പറയുന്ന RSSന്റെ ഹിന്ദുമതത്തിന് അനുവാദമില്ലായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ എന്നാ കയറിയെന്ന് താങ്കൾക്ക് അറിയോ? വൈക്കം ക്ഷേത്രത്തിൽ കയറിയതെന്ന് അറിയോ? അതുകൊണ്ട് എന്റെ പൊന്നു സ്വാമി, കൂൾ ഡൗൺ സ്വാമി. അവിടെ മുസ്ലിങ്ങൾക്ക് കയറാമല്ലോ. വൈക്കം ക്ഷേത്ര അപ്പം ഈഴവൻ ഹിന്ദു അല്ലായിരുന്നോ? 946 വരെ ഹിന്ദു അല്ലായിരുന്നോ? ഹരിജൻ താഴ്ന്ന ജാതിക്കാർ ഹിന്ദു അല്ലായിരുന്നു സ്വാമി അംഗീകരിക്കുന്നുണ്ടോ? അതുപോലെ ദൈവത്തിന്റെ ബ്രഹ്മാവ് ഉണ്ടായത് എവിടുന്ന സ്വാമി? ഞാനൊന്ന് പറയുന്നത് ഇങ്ങനെ പൊങ്കത്തരം പറയരുത് എന്റെ പൊന്നു സ്വാമി. പിന്നെ താങ്കൾ പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞോട്ട് സ്വാമി, ഇതാണോ ജനാധിപത്യം? താങ്കൾ പറഞ്ഞല്ലോ ബാങ്ക് വിളി അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത്. അള്ളാഹുവിന്റെ അർത്ഥം താങ്കൾക്ക് അറിയുമോ? ദൈവം വലിയവനാണെന്ന്. താങ്കൾ ക്രിസ്ത്യാനി പറയുന്ന കർത്താവും ഞാൻ പറയുന്ന പടച്ചവനും എല്ലാം ഒന്നാണ് സ്വാമി. എല്ലാം ദൈവം ഒന്നാണ്. നമ്മുടെ ചോര ഒന്നാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഇടുപ്പ് ഒന്നാണ്. സ്വാമിയുടെയും താടി നരച്ചു, എന്റെയും നരച്ചു. അധിക കാലമില്ല. നമ്മളൊക്കെ പോകേണ്ടത് ഒരിടത്താണ്. ജലീൽ സാഹിബ് മതത്തിൽ നിന്നും പുറത്തുപോയി. മനുഷ്യന് ഗുണകരമാകുന്ന എന്തെങ്കിലും ചെയ്യൂ. ഇതുപോലെ 1-2 വിളിച്ചോണ്ടിരുത്തിയിട്ട് അല്ല, ഇത് ഗവർണറാകാൻ വേണ്ടി വന്നിരിക്കുന്നവർ അവരെ നിങ്ങൾ പെട്ടെന്ന് സിക്കന്ദർ ഭക്തിനെയും ആരിഫ് ഹുസൈനെയൊക്കെ പോലെ ആക്കിക്കോളി. ഞങ്ങൾ അതിന് തടസ്സമല്ല. പക്ഷെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ പേരിൽ നിരപരാധികളായ ഒരു സമൂഹത്തെ അന്യവൽക്കരിക്കരുത്. ജീവിച്ചു പോകട്ടെ. ഇന്ത്യയിൽ നമ്മൾ ജനിച്ചുപോയി. ഞാനും താങ്കളും ഈ മണ്ണിൽ ഇവിടെ മണ്ണടിയേണ്ടവരാണ്. ശ്രീ ജലീൽ പുനലൂർ, ഇന്ത്യയിലെ ജനിച്ചതുകൊണ്ട് എന്താ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് പറ. അല്ലല്ല, ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നവനാ. ഇവരെക്കാൾ ഉപരിയായിട്ട് ലോകം കണ്ടവനാ ഞാൻ. 120 രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹിന്ദുക്കളും എന്റെ സഹോദരങ്ങളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും വൈവിധ്യങ്ങളുള്ള എല്ലാ മതക്കാരുമുള്ള അമ്പലത്തിൽ നിന്നുള്ള പ്രഭാത ഗീതവും ബാങ്ക് വിളിയും കേൾക്കുന്ന ഈ മനോഹര ഉണ്ടാക്കുന്നവരെയാണ് ഞങ്ങളെ പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്, ഞങ്ങൾ വിമർശിക്കുന്നതും. അങ്ങനെ താങ്കൾ പറഞ്ഞ പോലെ വസുദൈവ കുടുംബകം ആ ആദർശത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരെ ഒറ്റപ്പെടുത്തുക എന്നൊരു ദൗത്യമാണ് ഞങ്ങളെ പോലുള്ളവ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനെ തെറ്റിദ്ധരിക്കരുത് ശ്രീ ജലീൽ പുനലൂർ. ചാനലിൽ വന്നിരുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരെ കൊണ്ടുവരരുതെന്ന് പ്രവാചകൻ ഏതോ സ്ത്രീയുടെ 2 കാലിലും 2 ഒട്ടകത്തെ വെച്ചിട്ട് കീറി മുറിച്ചെന്ന് ആധികാരികമായിട്ട് ഇതൊന്ന് ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കണം. പ്രവാചകന്റെ ചരിത്രം എഴുതപ്പെട്ട ഇമാം അത്വബരിയുടെ വിശദീകരണം എത്ര വേണം? പഠിച്ചിട്ടുണ്ട്. എത്ര വേണം? ഞാൻ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട്. എനിക്കൊരു പ്രൊഫഷൻ ഉണ്ട്. ഞാൻ അറബി കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അല്ല, അറബി കോളേജിൽ പഠിച്ചപ്പോഴേക്ക് ഈ സൂറത്തിൽ അൻഫാൽ പഠിച്ചില്ലേ? ഉള്ള മുതലുകൾ വീതിച്ചെടുക്കുന്ന ഒരു അധ്യായം പഠിച്ചില്ലേ സാഹിബ്? അമ്മയുടെ കാലിന്റെ അടിയിലാ സ്വർഗമെന്ന് ജലീൽ സാഹിബെ പറയിപ്പിക്കരുത്. ഉമ്മയുടെ കാലിന്റെ അടിയിൽ നിന്ന് തന്നെയാണോ ആ പദപ്രയോഗം? കിടക്കുമ്പോൾ ഈ അമ്മ ഹൂറികളുടെ അടുത്തേക്കൊന്നും പോകുന്ന പാപിയാണെന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ ഖുർആൻ പഠിച്ചവനാ. ഖുർആൻ നടക്കുന്ന സന്ദേശം അതാ. അനിൽ നമ്പ്യാർജിക്ക് അറിയാം തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുകള് അവസാനിപ്പിക്കുക. ഈ മതം 3 നേരം മതം വിറ്റ് ഇവിടെ ആരും ജീവിക്കുന്നില്ല സാഹിബേ. ഒരു മതേതര ജനാധിപത്യ സമൂഹത്തില് നിങ്ങളെ പോലെയുള്ള ജിഹാദികളുടെ കുത്തിത്തിരിപ്പുകൾ അവസാനിപ്പിക്കണം. ക്രിസ്ത്യൻ സമുദായം എല്ലാം കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, താങ്കൾ വ്യാകുലപ്പെടേണ്ട. ഞാൻ താങ്കളുടെ വളരെ ബഹുമാനത്തോടാ പറഞ്ഞത്. ഞാൻ പ്രതിപക്ഷ ബഹുമാനമുള്ള ഒരാളാണ്. കുത്തിത്തിരിപ്പുകൾ നിങ്ങളാണ് നടത്തുന്നത്. നിങ്ങളത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചർച്ചയുടെ ആവശ്യമില്ല. അല്ലല്ല, ഞങ്ങളൊന്നും നിങ്ങളുടെ അല്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോളി. ഹിജാബ്, ജിഹാദ്, ഹലാല് എല്ലാം നിങ്ങളാണ് സാഹിബ്. ഇപ്പൊ ജിമ്മ്
Yes. തീർച്ചയായിട്ടും എനിക്ക് താല്പര്യം അതാ. അവര് തീരുമാനിക്കട്ടെ. അല്ലല്ല എനിക്കതാ എനിക്ക് ഓക്കെ എന്തായാലും നമുക്ക് ആരിഫ് ഹുസൈന് പറയാനുള്ളത് കൂടി കേൾക്കണം. ആരിഫ് ഹുസൈൻ, ഞാൻ വരാം താങ്കളിലേക്ക്, പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം.